ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലച്ചുട്ടി ഫാമിലി എന്ന ഒരു കൊച്ചു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ലച്ചുട്ടി ഫാമിലി എന്നൊരു കൊച്ചു ചാനലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ട് രേണുസുതിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് ഫേക്ക് ന്യൂസാണ്. അപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പേ അത് തെറ്റാണോ ശരിയാണോ എന്നറിഞ്ഞിട്ട് വേണം നമ്മളത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടേ. അപ്പോൾ ഇത് ഏതോ ഒരു നേഴ്സ്, പരുമല ഹോസ്പിറ്റലിലുള്ള ഏതോ ഒരു നേഴ്സാണ് വിളിച്ചു പറഞ്ഞതും ഇവിടെ ഇങ്ങനെ ടെസ്റ്റിന് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബയോപ്സി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ക്യാൻസറാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ. പക്ഷേ നമ്മൾ ഒരാളെ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വല്ലാണ്ട് ആ ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യരുത്. കാരണം വെച്ചാൽ രേണുസുതി അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെയും ജീവിച്ചോട്ടെ, പാവം. ഞാനതാ പറയുന്നത്. ഈ രേണുവിനെ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ രേണുവിന് സപ്പോർട്ടായിട്ട് വരുന്നതല്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ രേണുവിനെ വിറ്റ് ജീവിക്കുന്നവർ രേണുവിൻ്റെ ചെറിയൊരു കാര്യം, അതായത് അപ്പിയിടുന്ന കാര്യം പോലും വ്ളോഗ് ഒരു കണ്ടൻ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തിനാണത്? ശരിക്കും ഈ പരുമല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, അവിടെ നമുക്ക് ശരിക്കും ഇത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ബാധിക്കും അല്ലേ, ആ ഒരു നേഴ്സിനെ അത് ബാധിക്കും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവർക്കില്ലേ? ഇത് സത്യമാണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ രേണുസുതിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ പബ്ലിക്കാക്കേണ്ട കാര്യം എന്താണ്? രേണുസുതി ഒരിക്കൽ പോലും എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ക്യാൻസറാണ് എന്ന്. രേണുസുതി പറഞ്ഞിട്ടില്ല. അപ്പോൾ രേണുസുതി ഒരു ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അത് ക്യാൻസറാണ് എന്ന് എന്തിനാണ് ജനം ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നത്? എല്ലാവരും പറയില്ല, രേണുസുതിയെ വിറ്റ് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഇത് മാത്രമായി നോക്കി നടക്കുന്നുണ്ട്. അവർക്ക് വേറൊരു കണ്ടൻറ്റും ഇല്ല ഈ ലോകത്ത് കിട്ടാൻ. ആ ഒരു പെൺകുട്ടി എങ്ങനെയും ജീവിച്ചോട്ടെ. അവർ ഉടുതുണി ഉണ്ടായിട്ട് ഉടുതുണി ഇല്ലാതെയോ അവർ ജീവിച്ചോട്ടെ. അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇത്രയും ആളുകൾ പറഞ്ഞിട്ടും രേണുസുതി ഒരടി പിന്നോട്ട് വയ്ക്കാതെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ പോസ്റ്റ് ഇടുന്നുണ്ട് ഓരോരുത്തർ രേണുസുതിക്കെതിരെ, രേണുസുതി തുപ്പിയതും തോറിയതും ഒക്കെ കൊണ്ടൊരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഇവരുടെ ഇടുന്ന പോസ്റ്റിൻ്റെ ചുവട്ടിലും പല ആളുകളും ബാഡ് കമൻറ്റ് ഇടും. നിങ്ങൾക്ക് നിർത്തിപ്പോയിക്കൂടെ, വേറെ വല്ല പണിയും ചെയ്തുകൂടെ എന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തികൾ എന്തുകൊണ്ട് ഒരാളങ്ങനെ പറയുമ്പോൾ രേണുസുതിക്കെതിരെയുള്ള കണ്ടൻറ്റ് നിർത്തുന്നില്ല? അപ്പോൾ ഈ രേണുസുതി ഈ പോസ്റ്റ് ഇടുന്ന ആളും തമ്മിൽ എന്താ വ്യത്യാസം? ഞാനതാ ചോദിക്കുന്നത്. അങ്ങനെ വലിയ ആണത്വമുള്ളവരും തൻ്റെ അഭിമാനത്തിന് പ്രശ്നമാണ് എന്ന് പറയുന്നവരും പോസ്റ്റ് ഇടൽ നിർത്തും. അതാണ് വേണ്ടത്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? പിന്നെ എന്തിനാ രേണുസുതി നിർത്തുന്നില്ല എന്ന് പറഞ്ഞ് രേണുസുതിയെ കുറ്റം പറയുന്നത്? അവൾ എങ്ങനെയും ജീവിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളമാതിരി അവർ ജീവിച്ചോട്ടെ. നമ്മൾ ആര് പറഞ്ഞാലും അവർ നിർത്തില്ല. കാരണം ചോദിച്ചാൽ അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഒരു രോഗം പറഞ്ഞു വരുത്തുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യം അവരെങ്ങനെയും ജീവിച്ചോട്ടെ. ഇല്ലാത്ത രോഗമാണോ ഈ പറഞ്ഞു വരുത്തുന്നത്? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അവരല്ലേ സഹിക്കേണ്ടത്, അത് അവരല്ലേ ചികിത്സിക്കേണ്ടത്. ഈ പറയുന്നത് നമ്മൾ ആരെങ്കിലും പോയി ചെയ്യുമോ? പിന്നെ എന്തിനാണ് അവർക്കെതിരെ വെറുതെ ഓരോ ഫേക്ക് ന്യൂസുകൾ ഇറക്കുന്നത്? അപ്പോൾ ദയവ് ചെയ്ത് ആ ഒരു കുട്ടിയെ വിടുക. എനിക്ക് അത്രയും പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടില്ല. കാരണം ആർക്ക് രോഗം വന്നാലും എനിക്ക് വിഷമം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണുസുതി എന്നല്ല. ഇനി ഇതിൻ്റെ പുറകെ വന്നിട്ട് കുറേ ഫേക്ക് ആളുകൾ വന്നിട്ട് കമൻറ്റ് ഇടാൻ വരും. ഇട്ട് പോകുക എന്നുള്ളത് യാതൊരു പ്രശ്നം. ഞാൻ രേണുസുതിയെ കുറ്റം പറയാനും ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയാനും ഞാൻ നിന്നിട്ടില്ല. ഞാനൊരു ഷോർട്ട് വീഡിയോസ് ഇട്ടപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഒരുത്തം വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വൃത്തികെട്ടവൻ. അവന് ഫുള്ളും കേൾക്കാൻ അവന് ഒഴിവില്ല. അവനാ എഴുതിയത് മാത്രമേ അവൻ കണ്ടുള്ളൂ. വൃത്തികെട്ടവൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.